ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ പൊതുവെ വാഹനമൊക്കെ മേടിച്ച് വെറുതെ ഓട്ടമില്ലാതെ ഇട്ട് കഴിഞ്ഞാൽ, അതായത് ശ്രദ്ധിക്കുക, നമ്മൾ വാഹനം ഇടയ്ക്ക് സ്റ്റാർട്ടാക്കുന്നുണ്ട്, പക്ഷേ വാഹനം ഓടുന്നില്ല. എവിടെയാണോ വാഹനം പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് അവിടെ തന്നെ വാഹനം ഇട്ടുകൊണ്ട് നമ്മൾ വാഹനം ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും, ഇടയ്ക്ക് ഓഫ് ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ വരുന്ന സമയത്ത് വാഹനത്തിൻ്റെ എഞ്ചിൻ കണ്ടീഷനും ബാറ്ററി കണ്ടീഷനും ഒക്കെയാണ്. പക്ഷേ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, വാഹനത്തിൻ്റെ ടയർ അങ്ങനെ കിടന്നു പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കുഴപ്പങ്ങൾ വരാം, അതോ പ്രശ്നങ്ങൾ വരുമോ വരാതിരിക്കുമോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ചിന്തിക്കാം. അതായത് ഇപ്പോൾ എൻ്റെ ഈ വാഹനം ജസ്റ്റ് ഇവിടെ ഞാൻ ഐഡലിങ് പാർക്ക് ചെയ്തിട്ടിരിക്കുകയെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഫുൾ ലോഡ് ഈ ഒരു ടയറിൻ്റെ പുറത്ത് നിന്ന് ഈ ബേസ് പോർഷനിലാണ് വന്ന് നിൽക്കുന്നത്. അതായത് ഏകദേശം ഒരു ഇത്രയും പോർഷൻ നിങ്ങൾക്ക് കാണാം, ഈ ഒരു പോർഷനിലും ഇത്രയും മാത്രം പിടുത്തം വരുന്നുള്ളൂ. അതായത് ഒരു ടയറിൻ്റെ പിടുത്തം എത്രത്തോളം വരുന്നുണ്ടെന്ന് നമുക്കിപ്പോൾ വ്യക്തമായി. ആ ഒരു ചെറിയ പോർഷനിലാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഫുള്ള് പിടുത്തം വരുന്നത്. അതായത് 4 സൈഡിലും, റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, ബാക്ക് റൈറ്റ്, ബാക്ക് ലെഫ്റ്റ്, ഇത്രയും സ്ഥലത്തും പിടുത്തം വരുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പോയിൻ്റ് മാത്രമാണ്. അപ്പോൾ ശരിക്കും ആ ഒരു പോയിൻ്റ് മാത്രം പിടുത്തം വന്നു കഴിഞ്ഞാൽ ശരിക്കും ഈ വാഹനത്തിൻ്റെ ലോഡ് ഫുൾ എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ആ ഒരു പോർഷനിൽ മാത്രമാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതൊരു റബ്ബർ ടയറാണ്. ഈ റബ്ബർ ടയറിൻ്റെ ലോഡ് ഫുൾ ആ ഒരു പോർഷനിൽ മാത്രം വന്ന് നിൽക്കുകയാണ്. പക്ഷേ ഞാനിതൊരു 2 ദിവസം ഇട്ടാൽ പ്രശ്നം വരത്തില്ല, 4 ദിവസം ഇട്ടാൽ പ്രശ്നം വരത്തില്ല, ഒരാഴ്ച ഇട്ടാലും വലിയ കുഴപ്പം വരത്തില്ല. കണ്ടോ, ഒരാഴ്ചയായപ്പോൾ വലിയ കുഴപ്പം വരത്തില്ല. പക്ഷേ ഇങ്ങനെ മാസങ്ങളോളം ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയൊരു ടയറാണെങ്കിൽ ഉടനെ ഒന്നും കുഴപ്പം വരത്തില്ല. ഏകദേശം ഒരു 6-7 മാസം വരെയൊക്കെ അങ്ങനെ കിടന്നാലും വലിയ പ്രശ്നം വരത്തില്ല. പക്ഷേ പഴകും തോറും, ഇപ്പോൾ എൻ്റെ ഈ വാഹനത്തിൻ്റെ ടയർ ഏകദേശം പഴകി തുടങ്ങി. അപ്പോൾ അങ്ങനെ പഴകും തോറും എന്താണ് സംഭവിക്കുന്നത്? ഈ റബ്ബർ ഹാർഡായിക്കൊണ്ടിരിക്കും, റബ്ബർ മോശമായിക്കൊണ്ടിരിക്കും. നമ്മുടെ ചെരുപ്പ് തന്നെ ഒരു നല്ലൊരു എക്സാമ്പിളാണ്. യൂസ് ചെയ്യാതൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് ഹാർഡായി പോകുന്ന പോലെ തന്നെ നമ്മുടെ ഈ വാഹനത്തിൻ്റെ ടയറും ഹാർഡായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹാർഡായി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ പോലെ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വാഹനം മേടിച്ചിട്ട് ഓൺ ദ സ്പോട്ടിൽ അവിടെ തന്നെ നിർത്തിയിട്ട് ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ വാഹനം ഓടിക്കരുത് എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അന്നേരം എന്താ സംഭവിക്കുന്നത്? ഈ വെയിറ്റ് ഫുൾ ആക്ട് ചെയ്യുന്നത് ഒരേ ഒരു പോർഷനിലോട്ടായിരിക്കും. നമ്മൾ ആ കണ്ട ഒരേ പോർഷനിലോട്ടായിരിക്കും ഈ വെയിറ്റ് ഫുൾ, അതായത് ഈ വാഹനത്തിൻ്റെ വെയിറ്റ് ഫുൾ ആക്ട് ചെയ്യുന്നത്. അങ്ങനെ അവിടെ ഈ വെയിറ്റ് ആക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ലോഡ് ഫുള്ള് അവിടെ നിന്ന് അത്രയും പോർഷൻ മാത്രം ഉറഞ്ഞു പോകും, ഹാർഡായി പോകും. അത് ഫ്ലാറ്റ് ആകാൻ തുടങ്ങും പതുക്കെ. പിന്നെ നമ്മൾ വാഹനം പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ ആ ഒരു പോർഷൻ വരുമ്പോൾ ഒരു ചാട്ടം തുടങ്ങും. അതുപോലെ 4 ടയറുകളും എത്രയും പെട്ടെന്ന് ആ ഒരു പോർഷൻ കൊണ്ട് ഫ്ലാറ്റ് ആകാൻ വേണ്ടി നോക്കും. അതായത് ആ വെയിറ്റ് അതിൻ്റെ പുറത്തോട്ട് താങ്ങി ഈ ഒരു റബ്ബർ ഹാർഡായി പോകും. അതുകൊണ്ട് നമ്മൾ പിന്നീട് വന്ന് വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും, 2 വർഷമായിട്ടുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ വണ്ടി 1.5 വർഷമായിട്ടുള്ളൂ, പക്ഷേ ടയർ മോശമായി, ടയറിന് ഇങ്ങനൊരു കംപ്ലയിൻറ്റ് വന്നു എന്നൊക്കെ കേൾക്കുന്നതിൻ്റെ പ്രധാന കാര്യം ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, വാഹനം പാർക്ക് ചെയ്തിട്ടൊക്കെ പോവുകയാണെങ്കിൽ തന്നെ ആരോടെങ്കിലും ഒന്ന് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും, എന്നിട്ട് ആ പൊസിഷൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ട് കഴിഞ്ഞാൽ അടുത്ത ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 15 ദിവസമൊക്കെ കഴിയുമ്പോൾ ഒന്നുകൂടെ പുറകോട്ട് മാറ്റിയിടുക. അപ്പം ഈ നിൽക്കുന്ന പൊസിഷൻ നല്ലാതെ ഒന്ന് കറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ടയറിൽ എല്ലാ ഭാഗത്തും പിടുത്തം വരും. അങ്ങനെ പിടുത്തം വരുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉറപ്പായിട്ട് ടയറിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നതായിരിക്കത്തില്ല.